ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ കോഴിക്കോട് വിലങ്ങാട്ടെ ജനങ്ങൾ സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിനിറങ്ങുന്നു. രാഷ്ട്രീയ കക്ഷി ഭേദമില്ലാതെ ഇന്ന് വില്ലേജ് ഓഫീസിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കും. സമരം നടക്കുന്ന സമയത്ത് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചും പ്രതിഷേധിക്കും. ഗോകുൽ ചേർന്നുണ്ട്. ഗോകുൽ, നമുക്കറിയാം എന്തൊരു ഗതികേടാണ്. കാരണം ഇത്രത്തോളം ദുരന്ത ബാധിതരായ ജനങ്ങളെ സർക്കാർ അവഗണിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചില കണക്കുകളെല്ലാം പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ട കാര്യം, ഈ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചേക്കുവാണ്, അത് വിനിയോഗിക്കുന്നില്ല എന്നുള്ള വാർത്തകളെല്ലാം നമ്മൾ നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് ഉപയോഗപ്പെടേണ്ട ഈ തുക സർക്കാർ എന്തുകൊണ്ട് ചിലവഴിക്കുന്നില്ല എന്ന ചോദ്യമല്ലേ അവിടെ ഉയരുന്നത്. കാരണം വയനാട് ദുരന്ത ബാധിതർക്കടക്കം അവിടെ ഭക്ഷണം പോലും ശരിയായ രീതിയിൽ നൽകുന്നില്ല. പുഴുവരിച്ച അരിയും ഉപയോഗശൂന്യമായ വസ്ത്രങ്ങളും എല്ലാം നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത്. അതേ അവസ്ഥ തന്നെയാണ് കോഴിക്കോടും, അല്ലേ? ഇതിനെ സംബന്ധിച്ചിടത്തോളം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിലൊക്കെ അവിടെയുള്ള ആളുകൾ സമാനമായ സാഹചര്യമാണ് നേരിടുന്നത് എന്നതാണ് പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് അവിടെയുള്ള ആളുകളെ കടക്കാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ കൂടിയതിനു ശേഷമായിരുന്നു പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് കടക്കാൻ വേണ്ടി അവർ തീരുമാനമെടുത്തത്. കാരണം കൂട്ടായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലേക്കൊരു തീരുമാനത്തിലെത്തി. രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മുഴുവൻ ആളുകളും ഈ സമരത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ സവിശേഷത. കാരണം ഈ പ്രദേശത്തെ വിലങ്ങാട് പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ബാധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ള പ്രശ്നപരിഹാരം അവർക്ക് എല്ലാവർക്കും വേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യവുമാണ്. അടിയന്തരമായി പ്രഖ്യാപിച്ചിട്ടുള്ള 10,000 രൂപ ധനസഹായം മുഴുവൻ ആളുകൾക്കും എത്തിയിട്ടുള്ള, പല ആളുകൾക്കും ഇതിൽ 5,000 രൂപ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ദിവസം 300ഓളം രൂപ ഈ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ പല ആളുകൾക്കും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലഭ്യമാകാനുള്ള നടപടികളൊന്നും എല്ലാവരിലേക്കും എത്തിയിട്ടില്ല. മാത്രമല്ല വീടുകൾക്ക് വാടക സർക്കാർ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാനുള്ള നടപടികളൊന്നും ഉണ്ടാവുന്നില്ല. പ്രധാനമായിട്ടും ഈ വിലങ്ങാടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ കർഷകരാണ്. അവിടെയുള്ള നരിപ്പറ്റ വാണിമേൽ പഞ്ചായത്തിലായിട്ട് ഏകദേശം 163 ഹെക്ടറിനായിട്ട് 13 കോടി 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുള്ളതായിട്ടാണ് ഈ നിയമസഭാ ഉപസമിതിയൊക്കെ അവിടെ നടത്തിയ പരിശോധനയിൽ മനസ്സിലായിട്ടുള്ളത്. അതായത് 13 കോടി 10 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതിൽ ആകെ ഇവർക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കേവലം 11 ലക്ഷം രൂപ മാത്രമാണ്. അതായത് നഷ്ടപ്പെട്ടതിന്റെ 1% രൂപ മാത്രമാണ് ഇപ്പോൾ നൽകാൻ വേണ്ടി തീരുമാനമായിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ ജീവിതം ആകെ താറുമാറായി കിടക്കുന്നു. 4 മാസത്തിലധികമായി ഈ ഒരു പ്രതിസന്ധി അവർ നേരിടുന്നു. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. മാത്രമല്ല കുടിവെള്ളം പോലും അവർക്ക് ലഭ്യമാകാത്ത അവസ്ഥ. വലിയ രീതിയിൽ ഈ വയനാട് ഉണ്ടായതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടലാണ്. അത്രത്തോളം ഭൂപ്രദേശത്തെ ഇത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. വിലങ്ങാട് ഈ ഉരുൾപൊട്ടലുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി 800ഓളം ആളുകളെ അവിടെ നിന്ന് മാറ്റിയത് കൊണ്ട് മാത്രമായിരുന്നു വലിയ രീതിയിലുള്ള മനുഷ്യഹാനി ഉണ്ടാവാതിരുന്നത്. പക്ഷെ ഇത്തരത്തിൽ ഈ ഭൂമിക്ക് വലിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ജലസേചന പദ്ധതികളൊക്കെ താറുമാറായി, കുടിവെള്ളം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളൊക്കെ താറുമാറായി, കിണറുകളും കുളങ്ങളും ഒക്കെ നശിക്കപ്പെട്ടു, പുഴയുടെ സ്വാഭാവികമായ ഒഴുക്ക് തടസ്സപ്പെട്ടു. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും മാറ്റാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ അവർ പ്രത്യക്ഷമായിട്ടുള്ള ഒരു സമരത്തിലേക്ക് കടക്കുന്നത്. 4 മാസം മുമ്പ് പല മേഖലയിലുള്ള കുടുംബങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെ വീടുകളിലേക്ക് മാറി താമസിക്കുന്ന ആളുകൾക്ക് ഇതുവരെ തിരിച്ച് വിലങ്ങാടേക്ക് എത്താൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഇന്നവിടെ പ്രതിഷേധത്തിന്റെ ഭാഗമാകുമെന്നാണ് മനസ്സിലാവുന്നത്. ആകെ അവിടെ നിന്ന് ഈ വിലങ്ങാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ആകെ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് റോഡുകളിലേക്കും മറ്റും മരങ്ങളും പാറകളും ഒക്കെ വന്നിട്ടുള്ളത് നാട്ടുകാരുടെയും ഈ ടിമ്പർ ഈ ചുമട്ടു തൊഴിലാളികളുടെയും ഒക്കെ നേതൃത്വത്തിൽ എടുത്തു മാറ്റിയതല്ലാതെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ ഒരു ഇടപെടലും അവിടെ ഉണ്ടായിട്ടില്ല. ഉരുൾപൊട്ടൽ ഉണ്ടായ ദിവസങ്ങളിൽ ഈ റോഡുകളിലും പുഴകളിലും ഒക്കെ ഉണ്ടായിരുന്ന കല്ലുകളും മരങ്ങളും ഒക്കെ നീക്കാൻ വേണ്ടി ഹിറ്റാച്ചി മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നീക്കിയിട്ടുള്ളതിന്റെ പണം പോലും പല ആളുകൾക്കും കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇത്തരത്തിൽ ഈ അപകടം സംഭവിച്ച സ്ഥലത്തേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. പലതവണ പല രീതിയിൽ വില്ലേജിലും പഞ്ചായത്തിലും ഒക്കെ അവിടെയുള്ള ആളുകൾ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലുകളും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ദുരിതാശ്വാസ നിധിയിലുള്ള ഫണ്ടുകളൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നു. താൽക്കാലികമായിട്ടൊരു സംവിധാനം ഉണ്ടാക്കാൻ പോലുമുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നില്ല. അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് ക്ഷമിക്കണം വില്ലേജ് ഓഫീസിന് മുന്നിൽ ജനങ്ങൾ പ്രതിഷേധിക്കുമ്പോൾ നഗരത്തിലുള്ള കടകൾ മുഴുവൻ അടച്ചിട്ട് ഈ പ്രതിഷേധത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഇവർക്ക് ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഗോകുൽ അവിടെ നിന്ന് പറയുന്നത് പോലെ തന്നെ ഈ ദുരന്ത ബാധിതരെ അവഗണിക്കുന്ന ഒരു നിലപാട് സർക്കാർ എന്നും തുടരുന്നുണ്ട്. അത് ഇന്നും തുടരുന്നു എന്ന് തന്നെ പറഞ്ഞു വെക്കേണ്ടതുണ്ട്.